അതെ സർ. നരകത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞ് അവളെയാണല്ലോ ആദ്യം കാണേണ്ടത്. അവര് ഞങ്ങളെ കൊണ്ടുപോയ പലയിടത്തും ശ്യാമ തളർന്ന് ബോധം കിട്ടി വീണു. പക്ഷേ അപ്പോഴും ചുണ്ടുകളിലെ രാധിക രാധിക എന്നുള്ള വിളിയായിരുന്നു. അമ്മയുടെയും മകളുടെ സ്നേഹം ഞാൻ അടുത്ത് നിന്ന് കണ്ടാണല്ലോ. ഇതെല്ലാം മറന്നേക്കൂ. ഇനിയെല്ലാം നന്നാവും മാഡം. വരുൺ, മാഡത്തിനെ തൽക്കാലം നിങ്ങൾക്ക് കൊണ്ടുപോകാം. പോലീസുകാരെ ഞാൻ അങ്ങോട്ട് അയച്ചോളാം. തന്റെ പ്രധാന ശത്രു കൂടിയാണ് ഇപ്പോൾ അറസ്റ്റിലായത്. ഇനി അവന്റെ ബന്ധങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ചാൽ തന്റെ കൂടുതൽ ശത്രുക്കളിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇനിയും കുടുങ്ങാനുണ്ട് ചില വമ്പന്മാർ. വരൂ. ഒട്ടും വേഗത പോരാത്ത പോലെ അല്ലേ അടുത്തി? വണ്ടിക്ക് വേഗതയുണ്ട്. അതിലും വേഗത്തിലും മനസ്സോടുന്നോണ്ടാ അങ്ങനെ തോന്നുന്നത്. ശരിയാ. പെട്ടെന്ന് അവളുടെ അടുത്ത് എത്തണമെന്ന് തോന്നുക. മാഡം, മാഡം രാധികയുടെ മുമ്പിലെത്തിയാൽ അയാൾ ആദ്യം എന്തായിരിക്കും ചെയ്യുക? അത് പറയാൻ പറ്റില്ല വരും. ഞാനും അതൊക്കെ തന്നെ ഓർത്തോണ്ടിരിക്കുന്ന. അവള് കരയും, കെട്ടിപ്പിടിക്കും. പക്ഷേ അതിനു മുമ്പ് സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. എന്താ? രാധിക ആദ്യം ചെയ്യുന്നത് മാഡത്തിനെയും കൂട്ടി ഭഗവാന്റെ മുമ്പിൽ എത്തുക. മാഡത്തിനെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടേ രാധികയ്ക്ക് ഒരു സമാധാനം കിട്ടൂ. എക്സാക്ട്ലി. ആ പറഞ്ഞ കൃത്യമാ. അയാൾ അത് തന്നെയായിരിക്കും ചെയ്യുക. വരുൺ, എങ്കിൽ പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കൃഷ്ണക്ഷേത്രത്തിൽ കയറിയിട്ട് പോയാലോ? പോവാം മാഡം, തീർച്ചയായിട്ടും പോവാം. ഭഗവാന്റെ മുമ്പിൽ എത്തുമ്പോ മോളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അവളെ അങ്ങോട്ട് വിളിച്ചാലോ? അതിനിപ്പോ എന്താ മാഡം, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെയാ ഭഗവാന്റെ മുമ്പിൽ നിൽക്കേണ്ടത്.